സോ ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ദി 1000 ഹോഴ്സ് പവർ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മാരുതി സുസുക്കി ബലേനോയുടെ മാരുതി സുസുക്കി ഡിസയറിന്റെയും സേഫ്റ്റി റേറ്റിംഗ് വന്നിരിക്കുകയാണ് ഭാരത് എൻക്യാപ്പിൽ നിന്ന്. ദേ ഹാവ് സ്കോർഡ് എക്സെപ്ഷണൽ സ്കോർ ഇൻ ഭാരത് എൻക്യാപ്പ്. ഡിസയറിന്റെ കാര്യം വിട്, കാരണം ഓൾറെഡി ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കൊടുത്ത് നമ്മളെല്ലാരും ഞെട്ടിച്ചൊരു വണ്ടിയാണ് പുതിയ മാരുതി സുസുക്കി ഡിസയർ. ഞെട്ടിച്ചു ഇൻ ദ സെൻസ്, എല്ലാവരും മാരുതിനെ കണ്ടിരുന്നത് വളരെ ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ബിൽഡ് ക്വാളിറ്റി തീരെ ഇല്ലാത്ത ഒരു വാഹനം, സേഫ്റ്റി ഒന്നും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കാറാണെന്നൊക്കെയാണ് പലരും പറഞ്ഞിരുന്നത്. ആക്ച്വലി പണ്ട് സേഫ്റ്റി വളരെ, കാരണം അവർക്ക് ചീപ്പായിട്ട് കാർ കൊടുക്കണം, അപ്പോൾ ഒരു സേഫ്റ്റിയുടെ വെയിറ്റ് കുറച്ച് താഴ്ത്തി അങ്ങനെ അത്യാവശ്യം നല്ല എഞ്ചിനും അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻസിയും കൊടുത്തുകൊണ്ടിരുന്ന കാറായിരുന്നു നമ്മുടെ മാരുതി. കുറെ കഴിഞ്ഞപ്പോൾ നമ്മുടെ സേഫ്റ്റി എന്നുള്ളൊരു കാര്യം പലരുടെയും മനസ്സിലേക്ക് വന്നു. അപ്പോൾ സേഫ് കാറാണ് കുറച്ചും കൂടെ നമ്മുടെ ഫാമിലിക്ക് നല്ലതെന്നുള്ള ഒരു ഐഡിയോളജി നമ്മുടെ ടാറ്റ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഇപ്രാവശ്യം മാരുതി സേഫ്റ്റി എന്നുള്ള ഒരു ഫീച്ചർ അവരുടെ കാറുകളിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ മാരുതി ഡിസയർ. ഇതിനകത്ത് ഈ പ്രാവശ്യത്തെ ഭാരത് എൻക്യാപ്പിൽ ശരിക്കും ഞെട്ടിയത് ബലേനോന്റെ സ്കോർ കണ്ടിട്ടാണ്. കാരണം ടിൻ ക്യാൻ കാറ്റഗറിയിൽ പെട്ടിരുന്ന ഒരു കാറാണ് നമ്മുടെ മാരുതി ബലേനോ. പുതിയ ജനറേഷൻ വന്നപ്പോഴും പലരും അതിന്റെ സേഫ്റ്റി റേറ്റിംഗ് ഒന്നും വരാത്തതുകൊണ്ട് തന്നെ പലരും ഈ വണ്ടിയും ഇടിച്ചാൽ പപ്പടമാകും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. എന്നാൽ ഭാരത് എൻക്യാപ്പിൽ ഈ ഒരു ബലേനോയ്ക്ക് 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഞെട്ടിയിട്ടില്ല, കാരണം ഫ്രോങ്സും ബലേനയും ഒരു പ്ലാറ്റ്ഫോമിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഹാർട്ട് ടെക് പ്ലാറ്റ്ഫോം ആണ്. ഈ പ്ലാറ്റ്ഫോമിനെ പറ്റി പറയുവാണെങ്കിൽ ഇവരിതിനകത്ത് കുറച്ചുകൂടെ പെർഫോമൻസിനും അതുപോലെ തന്നെ സേഫ്റ്റിക്കും മുൻഗണന നൽകിക്കൊണ്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രോങ്സ് അത്യാവശ്യം നല്ല ഹാൻഡ്ലിങ്ങും അത്യാവശ്യം നല്ലൊരു പവർ ഫിഗർ ഉള്ള ഒരു കാറുമാണ്. അതുപോലെ നമ്മുടെ ജെ എൻക്യാപ്പ് നമ്മുടെ ഫ്രോങ്സിന് 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ്. അത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ബിൽഡ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന വാഹനമാണ് അവിടെ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിന് 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ബലേനയ്ക്ക് എന്താണേലും ആ ഒരു പ്ലാറ്റ്ഫോമിൽ ബിൽഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സേഫ്റ്റി റേറ്റിംഗും ബിൽഡ് ക്വാളിറ്റിയും ഉണ്ടാവുമെന്ന് ഞാൻ അന്നേ ഊഹിച്ചതാണ്. എന്താണേലും ഭാരത് എൻക്യാപ്പിൽ നമ്മുടെ ബലേനോയ്ക്കും 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി സേഫ്റ്റിയുടെ കാര്യം ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത്യാവശ്യം സേഫർ കാർ തന്നെയാണ് മേടിക്കുന്നത്, വിത്ത് ഗുഡ് എൻജിൻ ആൻഡ് വിത്ത് ഗുഡ് ലുക്കിംഗ്. അത്യാവശ്യം ബലേനോ എന്ന് പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആ ഒരു ഹാച്ച് ബാക്ക്, അതിന്റെ ഒരു സെഗ്മെന്റിലെ ഹാച്ച് ബാക്കിൽ അത്യാവശ്യം ചാമിങ് ലുക്കുള്ള ഒരു കാർ നമ്മുടെ ബലേനോ തന്നെയാണ്. പിന്നെ 360 ഡിഗ്രി ക്യാമറ, ഹെഡ്സപ്പ് ഡിസ്പ്ലേ, അങ്ങനെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ആ കാറിനകത്തുണ്ട്. ഒരു അനൗൺസ്മെന്റ് വന്നതിന് ശേഷം പല ഓട്ടോ മാഗസിൻ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ സോഷ്യൽ മീഡിയയിലെല്ലാം ഇതിന്റെ ന്യൂസ് വന്നപ്പോൾ അതിന്റെ അടിയിലുള്ള കമന്റ് സെക്ഷനാണ് ശരിക്കും എന്നെ ഞെട്ടിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ പലരും പറയുന്നതെന്ന് വെച്ചാൽ ഭാരത് എൻക്യാപ്പിന്റെ ട്രസ്റ്റ് പോയി, ഭാരത് എൻക്യാപ്പ് പൈസ കൊടുത്താണ് ഇവന്മാര് മാരുതിക്കാർ മേടിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ്. ഒരു നാള് പറഞ്ഞു മാരുതിക്ക് സേഫ്റ്റി ഇല്ല, അപ്പോൾ മാരുതി സേഫ്റ്റി കൊണ്ടുവന്നപ്പോൾ അതിനെ അവർക്ക് വിശ്വാസമില്ല, അല്ലെങ്കിൽ അത് നിങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചതാണെന്നൊക്കെയാണ് പറയുന്നത്. അത്യാവശ്യം നല്ല എഞ്ചിനും അത്യാവശ്യം നല്ലൊരു എഫിഷ്യൻസി അല്ലെങ്കിൽ ദീർഘകാലം ഓടാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു നല്ലൊരു മൈലേജ് കൊടുക്കുന്ന ഒരു കാറാണ് നമ്മുടെ മാരുതി സുസുക്കി. എല്ലാം പലരുടെയും ഫസ്റ്റ് കാർ അല്ലെങ്കിൽ കാർ എന്നുള്ളൊരു ഡ്രീമിനെ അച്ചീവ് ചെയ്യാൻ പലർക്കും സാധിച്ചത് മാരുതിയിൽ നിന്നാണ്. കാരണം ആ ഒരു അഫോർഡബിൾ പ്രൈസിൽ അവർക്ക് അതാണ് കിട്ടുന്നത്. പലരും ആദ്യമായിട്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കുമ്പോഴും മാരുതിയുടെ കാറുകളാണ് പലരും ചൂസ് ചെയ്യുക. പലരുടെയും മനസ്സിൽ സേഫ്റ്റി എന്ന് പറയുന്നത് ഈ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഇടിക്കുന്ന വണ്ടിക്ക് ഒന്നും പറ്റരുത്, അത് ഒന്നും ചളങ്ങാതെ ഒന്ന് പോറൽ പറ്റാതെ ഇരിക്കുകയാണെങ്കിൽ അതാണ് സേഫ്റ്റി എന്ന് വിശ്വസിക്കുന്ന പലരും ഉണ്ട്. എന്നാൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി ഇമ്പാക്റ്റ് ഏറ്റെടുക്കണം, എന്നാൽ ക്യാബിനിലേക്ക് വരാൻ പാടില്ല. അതാണ് ശരിക്കുമുള്ള സേഫ്റ്റി എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ പെഡസ്ട്രിയൻ സേഫ്റ്റി ഒക്കെ സ്ട്രോങ് ആക്കിയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പെഡസ്ട്രിയൻ ഇടിക്കുകയാണെങ്കിൽ തന്നെ പെഡസ്ട്രിയന് അധികം അപകടമൊന്നും ഉണ്ടാവാത്ത രീതിയിൽ വേണം അതിൻ്റെ സ്ട്രക്ചർ ഫോം ചെയ്യാൻ. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നോക്കുമ്പോൾ നമ്മുടെ എല്ലാ മാരുതിക്കാരും ഞാൻ ഇങ്ങനെയാണെന്ന് പറയത്തില്ല, എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന കുറച്ച് വണ്ടികൾ അത്യാവശ്യം നല്ല സേഫ്റ്റി അല്ലെങ്കിൽ ബിൽഡ് ക്വാളിറ്റി ഉള്ള കാറാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ആ വണ്ടിക്ക് അത് ഇരിക്കുകയും ഓടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള കാർസ് ആണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തുള്ള ലോങ് വീഡിയോസിന്റെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അതിന്റെ കുറച്ച് അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.